അപ്പുറത്താണ് എന്ത് നമ്മുടെ ഹോർസ് റേസിംഗിൽ കുതിര പ്രാക്ടീസ് പിന്നെ മത്സരങ്ങൾ അതൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ്. അതിൻ്റെ അറബി നാട്ടിലെ കൊട്ടാരം തോന്നുന്നു. ശരിക്കും കൊട്ടാരത്തിൻ്റെ ഒരു ഫീലില്ല പണ്ടത്തെ. അശോനെ സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ പോകുന്നു ജീവിതം. അൽഹംദുലില്ലാ റാഹത്തായി പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഹാപ്പി അടിപൊളിയല്ല? അപ്പോൾ എന്താ ഈ ലൈഫിലെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം, ഓക്കെ? പിന്നെ എൻ്റെ ഇവിടുത്തെ ചെറിയ എന്താ പറയുക ഡേ എങ്ങനെയാണെന്ന് ഉള്ളതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഓക്കെ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും കാണാൻ പോയിട്ട്, ഓക്കെ? ഇവനാണ് അവൻ രാവിലെ ഉറക്ക വഹിക്കുന്നത്. രാവിലെ തുടങ്ങും കൂക്കാൻ. വേറെ പക്ഷിൻ്റെ ഇവിടെ ലവ് ബേർഡ്സ് 2 കുറഞ്ഞിട്ട് 6 മാസം എന്തോ ആയി. ഇതുവരെ മുട്ടയിട്ടിട്ടില്ല, ഒന്നും വെച്ചില്ല. ഓൺലി തീറ്റ പാത്രം. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. അശോനെ സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാണ് നമ്മളെ പുതിയ തബാക്ക്, നയാ തബാക്ക്. 2 ദിവസത്തിലൊരിക്കൽ ഞാൻ പോകുന്നു കുബൂസ് വാങ്ങാൻ കടയിലേക്ക്. അല്ലാതെ ഓട്ടങ്ങൾ കുറവാണ് ഗൈസ്, അവസ്ഥ. ഓക്കെ, കട ഇവിടെ അടുത്താണ്. അത് കാണുന്നതിൻ്റെ അപ്പുറത്താണ് എന്ത് നമ്മുടെ ഹോർസ് റേസിംഗിൽ കുതിര പ്രാക്ടീസ് പിന്നെ മത്സരങ്ങൾ അതൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ്. അതിൻ്റെ ആ ബിൽഡിങ്ങാണ് മുകളിൽ കാണുന്നത്. കട കാറ് തിരിയുന്നിടത്താണ് കടയുള്ളത്. അവിടെ നിന്നാണ് കുബൂസ് വാങ്ങുന്നത്. കൊണ്ടുവിടാൻ പോവാണ് കാക്കാനെ. കാക്ക പോവാണ്. റഫാലാണ് പണി കിട്ടിയ. എല്ലാവർക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ ലഗേജെല്ലാം ഫുള്ള് ബാക്കിലൊക്കെ ലോഡാക്കി വെക്കുക. കൊട്ടാരം കൊട്ടാരം ഇതാണ് കൊട്ടാരം. അറബി നാട്ടിലെ കൊട്ടാരം തോന്നുന്നു. ശരിക്കും കൊട്ടാരത്തിൻ്റെ ഒരു ഫീലില്ല പണ്ടത്തെ. ഭയങ്കരം തന്നെ. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ കാണുന്നത്. ഇത് പള്ളിയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നാട്ടിലെ തെങ്ങാണെങ്കിൽ ഇവിടെ ഈത്തപ്പഴ മരമാണ്. ഫുള്ള് ഈത്തപ്പഴ മരമാണോ? ഭയങ്കരം തന്നെ. കാക്കത നടന്നു വരികയാണ് ഗൈസ്. ഇവിടെ പോയി സംസാരിച്ച് നടന്നു വരികയാണ്. കൊറോണക്ക് മുമ്പ്. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ റെസ്റ്റോറൻറ്റ് നമ്മൾ എന്താ പറയുക ഇവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോഴൊക്കെ അവിടുത്തെ എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക ജോലി മാത്രമല്ല അവിടെ. എന്താ പറഞ്ഞാൽ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനും പിന്നെ പടത്തിന് പോകണമെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താ ബേർഡ് വന്നാലും ഫുള്ള് എൻജോയ്മെൻറ്റ് റെസ്റ്റോറൻ്റ് ആണ് അവിടെ. എന്ന് പറഞ്ഞാൽ ഒരു ജോലി മാത്രമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് എന്നല്ല പറയാം. ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആണ് അവിടെ. പറഞ്ഞാൽ ജോലിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലോ അവിടെ. അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ബോസാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ എന്താ പണിക്കാരാണെങ്കിലും എല്ലാവരും എന്താ നല്ലൊരു ഇതാണ് സംഭവം. നല്ല എന്താ പറയുക എൻജോയ്മെൻ്റ് ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ജോലി ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. അവിടെ വലിയ റെസ്റ്റോറൻ്റ് ആണ്. വലിയ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാർക്കൊക്കെ ഉണ്ടാവില്ലേ ഏകദേശം ആ പാർക്ക് ടൈപ്പ് പോലെയാണ് മൊത്തം ഇതൊക്കെ ഉള്ളത്. നല്ല രസമാണ് അവിടെ വർക്ക് ചെയ്യാൻ. ഞാൻ പണീൻ്റെ ഇടയിലൊക്കെ പോയിട്ട് എൻ്റെ കസിനും ഉണ്ടായിരുന്നു. അപ്പോൾ 5-6 മാസം അവിടെ പണിയെടുത്തിന്. അപ്പോൾ പണിയെടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അനുഭവമുണ്ട് എന്തായാലും. നല്ല രസമാണ് അവിടെ വന്നാൽ. അവിടെ ഇങ്ങനെ ഹട്ട് എന്താ പറയുക
ഒരു ഹട്ടായിട്ടാണ് ടേബിളും കാര്യങ്ങളും ഉള്ളത്. അത് നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നല്ല രസമാണ്. പക്ഷെ പണി കുറച്ച് കൂടുതലുണ്ടാവും എന്നത് മാത്രം. പക്ഷെ എന്നാലും നല്ലൊരു രസമാണ് പണിയെടുക്കാൻ. നമ്മളിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് എല്ലാവരും റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോവുക, അല്ലെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്താ പടത്തിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ബോസിൻ്റെ മോളെയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ ഫുള്ള് എന്താ സെലിബ്രേഷനാണ് അവിടെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. അപ്പോൾ നല്ല രസമാണ്. പിന്നെ ഹാപ്പി ന്യൂ ഇയറിന് പിന്നെ ഫുള്ള് ലൈറ്റിങ്ങും സെറ്റും ഫുൾ എന്താ പറയുക DJ വൈബും. അതൊരു വേറൊരു ഫീലിംഗ് ആണ്. അനുഭവം ഉണ്ടോണ്ടാണ് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പണിയെടുക്കണം, എന്നാലേ നമുക്കൊരു എന്താ പറയുക എൻജോയ്മെൻറ്റും പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് പോകുള്ളൂ. അതൊരു രസമാണ്, വൈബാണ്. അപ്പോൾ അതാണ് എൻ്റെ അനുഭവം ഒന്നാമത്. പിന്നെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പണീൻ്റെ ഇടയിലൊക്കെ അതിന് ജ്യൂസ് കൗണ്ടറിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും, ചായ കുടിക്കും. ചായ എല്ലാവർക്കും കുടിക്കേണ്ടതല്ല, പക്ഷെ അവിടെ പോയാൽ ജ്യൂസൊക്കെ ഇങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ അത് തെരുവ് കുടിക്കും. ഇങ്ങനെ ഫുള്ളൊരു വൈബായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി ജ്യൂസ് കുടിക്കുക. അതൊരു വൈബ്, ഒരു കാലം കഴിഞ്ഞു പോയതൊക്കെ. ഇനി അത് തിരിച്ചു വരുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അതൊരു നല്ലൊരു കാലമായിരുന്നു. പക്ഷെ എന്താ പറയുക എല്ലാം മാറ്റിമറിച്ച് അവർക്ക് ഒന്നാമത് പിന്നെ കൊറോണ ആ ടൈമിന് മുമ്പാണത്. അപ്പോൾ ആ ടൈമിന് മുമ്പ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോന്നു. പിന്നെ നാട്ടിൽ തന്നെ കുറച്ചു കാലം 2-3 വർഷം നാട്ടിൽ തന്നെ സെറ്റിലായി ഒരു പണി കാര്യങ്ങളായിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഗൾഫിലേക്ക് വന്നു. പിന്നെ ഇവിടെ തന്നെ ഇവിടെ വന്ന് പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഫസ്റ്റ് വന്നപ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എല്ലായിടത്തും പോകാനും ഇതാക്കാനൊക്കെ ഉണ്ടായി. ഇപ്പോൾ പറഞ്ഞാൽ ഫുൾ എന്താ പറയുക ഒരു മനസ്സിലൊരു സമാധാനമില്ല. എന്താ പറഞ്ഞാൽ ഫുൾ ടൈം പണി കുറവാണ് എന്നാലും. പക്ഷെ റൂമും പിന്നെ ഡ്യൂട്ടി അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അവിടെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ചടുപ്പുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ റൂമിൽ കുത്തിരിക്കുക. പണി റൂമാകുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പുറം ലോകമായിട്ടൊരു ഇതുണ്ടാവില്ല. എന്താ പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവില്ല നമ്മളെ ഇതിൽ ലൈഫിൽ. നമ്മളിങ്ങനെ ഡ്യൂട്ടി ചെയ്ത് പോവുക, ഇങ്ങനെ ശമ്പളം കിട്ടും, നാട്ടിൽ കേൾക്കാം, അതേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ ലൈഫ് ഇവിടെ ഇങ്ങനെ തീർന്നു പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്താക്കാം സ്വന്തം ലൈഫ് എൻജോയ് ആക്കി ജീവിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് ബെല്ലൈക്കൺ ടച്ച് പൊട്ടിച്ചൊക്കെ അതേയല്ലോ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, സൂൺ അഗൈൻ. അപ്പോൾ ഓക്കെ, കീപ് സപ്പോർട്ട്. ബൈ ബൈ. I won't ever sell my soul.